ജോർജിയൻ ബോർഡറിൽ നമ്മൾ സ്റ്റക്കായി. ഓൾ എൻ്റെ പേപ്പറെല്ലാം വാങ്ങി വെച്ചിട്ട് കുറേ നേരമായി. പക്ഷെ ഇത്ര സമയം തന്നിട്ടില്ല കേട്ടോ. എന്താ എത്ര സമയം എന്നറിയാം. ഇതാണ് മക്കളെ ജോർജിയ. കഴിഞ്ഞ 26 ദിവസം നമ്മൾ യാത്ര ചെയ്തത് മുഴുവൻ തുർക്കിയിലാണ്. യോമ്ര റീസേ. നമുക്ക് പോകേണ്ട ബോർഡറിൻ്റെ പേര് സർപ്പിയാണ്. ജോർജിയ തുർക്കി ബോർഡറിൻ്റെ പേര് സർപ്പി ബോർഡറാണ്. അപ്പോൾ സർപ്പി ബോർഡറിൽ എത്തണമെങ്കിൽ ഇനിയും ഒരു 20 മിനിറ്റ്, ഒരു 18 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. ഇവിടെ എന്തോ ആക്സിഡൻ്റ് ആയി തോന്നല്ലോ. വണ്ടിയും ലോറിയും തമ്മിൽ തട്ടിയതാണ്. അടച്ചോനെ, പുതിയ രാജ്യത്ത് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ആക്സിഡൻ്റ് ആണല്ലോ മുമ്പിൽ കാണുന്ന. ബിസ്മില്ലാ. തുർക്കിയില് ഇപ്പൊ സമയം 6:30 മണിയായേ. തുർക്കിയിൽ 6:30 മണി ഒന്നുമല്ല, ഭയങ്കര വെളിച്ചായിരിക്കും. പക്ഷെ ജോർജിയ രാജ്യം മാറുമ്പോഴേക്ക് സാധാരണ നമ്മുടെ നാട് പോലെ തന്നെ ഇരുട് വരാൻ തുടങ്ങി ചെറുങ്ങനെ. തുർക്കിയില് ശരിക്കും മരിവെല്ലാം ആണെങ്കിൽ മകരിവാണെങ്കിൽ 8-8:30 മണിയാവും. പക്ഷെ ഇവിടെ 6:30 ആകുമ്പോഴത്തേക്കന്നെ ഏകദേശം കുറേ എല്ലാം സമയം മാറി. നമ്മള് എവിടെയാണ് ഇത്? സ്ഥലം എവിടെയാന്ന് മനസ്സിലാവുന്നില്ലല്ലോ റബ്ബേ. പെട്ടെന്ന് ഈസി ആണല്ലോ ഇവരെ പരിപാടികൾ. ഇവരെ ഈ വിസ എവിടെയാ? ഇനി ഞാൻ ഇവിടെ വന്നു. നമ്മളിതാ ജോർജിയൻ്റെ, ഇത് തുർക്കിൻ്റെ ആണുള്ളി. തുർക്കിൻ്റെ കയ്യാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ജോർജിയ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ബോർഡർ മാത്രമാണ്. ഇവിടെ നിന്നാണ് അപ്പുറത്ത് പോകേണ്ടത്. നമ്മളങ്ങനെ ബോർഡറിലെത്തിയ നമുക്ക് ഭയങ്കര പേടിയാണ് ബോർഡർ അടുക്കുമ്പോൾ. എന്തെന്ന് ഒന്നാമത് ഭാഷ അറിയില്ല, ഇവരെന്താ പറഞ്ഞ് മനസ്സിലാവില്ല. ഇപ്പം തുർക്കിൻ്റെ ബോർഡറാന്ന് തോന്നി. എൻ്റെ അടുത്തുള്ളത് UAE ID ആണ്. എമിറേറ്റ്സ് ID ഉള്ളവർക്ക് ജോർജിയയിൽ വിസ വേണ്ട, ഓണർ അറിയില്ല. പക്ഷെ ഇവിടെ എല്ലാവരെയും വിസ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നോട് എന്താ പറയാമെന്നറിയില്ല, വെയിറ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ട്രാഫിക് പെനാൽറ്റി അടിച്ചു കേട്ടോ. കുർദിസ്ഥാനിൽ നിന്ന് ഒരു സ്പീഡിന് അടിച്ചിനു 3000 രൂപ, നാട്ടിലെ 3000 രൂപ. ഇവിടെ നിന്ന് ഇതാ അടിച്ചത് 3000 ലിറ, ഏകദേശം 6000 രൂപ. പഠിച്ചോറി GCC ഒന്നും അറിയില്ല. ഇവിടുന്ന് ശരിക്കും അടിച്ചു. ഇനി അങ്ങോട്ടേക്ക് എന്തായാലും അടിക്കണം, ശ്രദ്ധിക്കണം. എന്ത് ടണലാടാ, ഞാൻ വിചാരിച്ചു ടണൽ ഇപ്പം കഴിയും. ടണൽ കഴിയുന്നില്ലല്ലോ. ഒരു ലൈന് ഫുള്ളും വണ്ടി പിടിച്ചിട്ട് നോക്കി. റിപ്പബ്ലിക് ഓഫ് തുർക്കി ബോർഡർ. എവിടെയാണ് ഇതിൻ്റെ ഇതെല്ലാം? ബോർഡർ ഇങ്ങോട്ടാണ് കേട്ടോ. തുർക്കി ബോർഡർ എത്തി. പാസ്പോർട്ടും സംഭവമല്ല. എവിടെയാടാ? ജോർജിയൻ പോലീസ്. നമ്മൾ പാസ്പോർട്ടിൽ ഇതാ എക്സിറ്റ് അടിച്ചാൽ ഇനിയിപ്പം അവിടെ ചെക്ക് ചെയ്തിട്ട് ജോർജിയൻ ബോർഡറിൽ കയറണം. This is my old passport, Turkey visa. Yeah. This is old passport. Turkey visa here. Tamam. Okay. Teşekkür.
മക്കളെ ഒരു കഥ പറയാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ട്രാഫിക് ഫൈൻ കിട്ടി 3000 ലിറ, നാട്ടിൽ 6000 റുപ്യ. പഠിച്ചോനെ, ഇത്രയും കാലം GCCയിൽ അറഞ്ചും പുറഞ്ചും 2 കൊല്ലം ഓടിച്ചിട്ടും എത്രയോ ഫൈന് പോയിട്ടും ഏടുന്നും പൈസ പഠിച്ചിട്ടില്ലേ. GCCന്റെ വില ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. പഠിച്ചോനെ, കുർദിസ്ഥാനിൽ നിന്ന് നമുക്ക് സ്പീഡിന് നാട്ടിൽ 2000 റുപ്യ പോയിനെ, തുർക്കിയിൽ 5 സ്പീഡാണ് കിട്ടിയത്, നാട്ടിൽ 6000 റുപ്യ. ഇനിയിപ്പം ജോർജിയയിൽ എന്താ നന്നാവുമല്ലോ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് മക്കളെ ജോർജിയ. Which way is Georgia? Also you? Only traveling, tourism. Do you have Georgian visa? No, I have Emirates ID. Show me. On arrival visa. Ama znate, a mi se podróże pomysł. Jest Erytrea prawda? No network. Migros roba. Ama biz kayıt oldu ya. Anlasana açansın. Okay. Two zones. This way? Yes. Okay. After 2 car. Okay. Hi. Good evening. Passport This one. from India. India, yeah. What do you have? Traveling. This is my new passport. This is my passport. Phone? Yeah. For my protection. Why? My protection. Only your? No, for the car, because car protection. Where are you going? Going to Tbilisi, then I Tbilisi? will go Armenia. Because this visa I can get on arrival. What this is? UAE visa. United Arab Emirates. I do. Tourist? Only one person, yeah, tourist. How many days stay here? Georgia. 10 days or 5 days, like I will What go. do you have this here? Where? Bag. Where? Bag. What do you have? Bag. Things. This, yes. Things. Yes. This bag. Bag. My dress. Cloth. Own dress? Cloth and kitchen. Open the door. Okay, you can open. It's open now. Are you alone? Sit down, please. Yeah. It's Indian. No, it's Omani Riyal. This? Omani Riyal. Omania. You take for my gift. My friend. No, thank you. My friend officer, my friend. Thank For my memory. You can take it. Oh, It's a kitab, Quran. Quran? Yeah. Okay, welcome. Thank you. This is my new passport. This is my phone. Phone? Yeah. നമ്മൾ
ഇനിയിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തേക്ക് പോകണം. ക്യാമറ ഒന്നും ഓണാക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറ ഓഫാക്കി. അതിനടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് കാണാൻ പറ്റുമെന്നറിയില്ല. ഇതിലും ഡോളർ ചേഞ്ച് ആക്കുന്ന സ്ഥലമാണ് മുമ്പിൽ കാണുന്നത്. എൻ്റെ അടുത്ത് കാടുള്ളത്. ജോർജിയൻ ബോർഡറിൽ നമ്മൾ സ്റ്റക്കായി. ഓൾ എൻ്റെ പേപ്പറെല്ലാം വാങ്ങി വെച്ചിട്ട് കുറേ നേരമായി. പക്ഷെ ഇത്ര സമയം എടുത്ത് തന്നിട്ടില്ല കേട്ടോ. എന്താ എത്ര സമയം എന്നറിയാം. വൃത്തികെട്ട ബോർഡർ കേട്ടോ ജോർജിയ. ആ പോലീസ് പെണ്ണ് എത്ര നേരം എൻ്റെ ഐ ഡി ഇങ്ങനെ കണ്ണാടി വെച്ച് നോക്കുന്നുണ്ടോളൂ. എത്ര നേരമായി എന്തോ ലേത്തുള്ളത്. ഇത് നമ്മളെ ജോർജിയൻ ഇൻഷുറൻസ് ആണ്. വെൽക്കം ടു ജോർജിയ. അപ്പോൾ ഇതാ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ വന്ന ജോർജിയൻ്റെ ബോർഡർ ഉണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തത്. ഇനിയിപ്പം ഇവിടെ നിന്നാണ് അടുത്ത പരിപാടികൾ. ഇത്രയും ആൾക്കാർ നോക്ക്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ തുർക്കിയിൽ നിന്ന് എടുത്ത നെറ്റ്വർക്ക് ഇവിടെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഫോൺ ഓഫ് ആവും. ഇനി അങ്ങോട്ട് പോയി ഓഫ് ആവുമെന്നറിയില്ല. സോ ടേക്കിംഗ് മൈ ഇൻഷുറൻസ് ഫ്രം ഹിയർ. ഓക്കെ 45 ലാര ഫോർ Months unlimited internet with SIM card. how much? $20. $20. It's minimum price. If you buy it in Tbilisi or Batumi or some central, it's the price what I give it, it's minimum. Lower you can find it. So how much GB in $20? It's not GB. It's 1 month, 30 days. 1 month unlimited? It's working like with SIM? With SIM. Which SIM? SIM card name? ഇവൻ്റെ അടുത്ത് ഞാൻ സിം കാർഡും കൂടി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ബോർഡറിൽ Silknet. In cities it works 5G. Okay. But in the under cities like places like this or somewhere other places it's working 4G plus. But it's very good. It's nothing problem. Okay. You take my amount from card for my insurance. I gave you. Okay. Where is my ATM card? How much Turkish for Lara? Sorry, $20. How much Turkish? No, 45. No. It's 850. $20. $10. $20. $10. Okay. It's Turkish money. No. $1. 800 Turkish? Oh no. Like yes, it's 800. It can make 800. Okay, for 24 hours, this SIM how much? No, only how much for the only SIM? SIM card how much? Only SIM 10 lari. 10 lari. 15 lari, sorry. Why you make 15 lari? Okay, it's 10 okay, lari. 10 lari. 10 lari means Turkish. Turkish? For 400 Turkish, I can give you this, and I can give you 5-day unlimited internet. No need 5 day because I'm going. I will 1 day? recharge. 24 hours. How much? No, I'm In asking Turkish, only 300. only SIM Only SIM 200. 200 and Okay. 24 hours internet. It's 100 Turkish. 5 lari. 5 lari. Can you please make it 200 Turkish for 24 hours internet and SIM card? Please, brother. I'm from Okay, India. okay. Okay. And can I use this SIM after recharge? Yes, you Uh-huh. can use. You can Okay, use it unlimited. Okay. Give me this for Lari. This amount. ഇതാണ് മക്കളെ ജോർജിയൻ ലാറി. 20 lari. ജോർജിയൻ ലാറി 200. 10 ലാറി 12 lari. 200. 200 is 12 lari, yes. ഓക്കെ 12 ലാറി. അങ്ങനെ ഞാൻ പൈസ ചേഞ്ച് ആക്കി. അങ്ങനെ നമുക്ക് ജോർജിയൻ ഇൻഷുറൻസ് കിട്ടി. നമ്മളെ വണ്ടിയുടെ നമ്പർ ഉണ്ടാവും KL 78C1555. ആണ് നമ്മൾ നേരെ തിബ്ലിസി പോകാൻ പോകുന്നത്. നമ്മളങ്ങനെ നമ്മളെ യാത്ര UAE ടു ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ 12ാമത്തെ രാജ്യമായിട്ടുള്ള ജോർജിയയിലെത്തി. നേരത്തെ ഒരു വൈകുന്നേരം ഇങ്ങോട്ട് കയറി കേട്ടോ. പിന്നെ എൻ്റെ കുറേ സാധനങ്ങൾ ഓൾ ഇരുന്ന് കുറേ സമയം ഓൾ നോക്കി. അതായത് ഇപ്പോൾ കുറേ ആൾക്കാർ ഇല്ലീഗലായിട്ട് ഇന്ത്യക്കാർ കുറേ കയറുന്നത് കൊണ്ട് തന്നെ 1 മണിക്കൂറാണ് ഓളെൻ്റെ എമിറേറ്റ്സ് ID യും എൻ്റെ നാട്ടിലെ ലൈസൻസ് എല്ലാം തപ്പി. ആദ്യം പറഞ്ഞ നാട്ടിൽ ലൈസൻസ് IDP എടുക്കില്ല, പിന്നെ നാട്ടിൽ ലൈസൻസ് എടുത്ത് അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ജോർജിയയിലെത്തി. ഇതാണ് നമ്മളുടെ 12ാമത്തെ രാജ്യം. നമ്മൾ നേരെ പോകുമ്പോൾ തിബ്ലിസിയിലേക്കാണ്. ഇതാണ് കേട്ടോ ജോർജിയൻ ബോർഡറിലെ ഷോപ്പുകൾ. സർപ്പി
right on S2. ഫുള്ള് ലോറി. Continue straight for 15 minutes. ഓക്കെ, കാട് വന്നിട്ടില്ല. അവിടുത്തെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞു എനിക്ക് തീരല്ല. ഇവിടുത്തെ കാട് ഉണ്ടെന്ന് തോന്നല്ലേ. ഇനിയിപ്പോ സിം എടുത്തിട്ട് കുറച്ച് സിമ്മ് ഒരു അണക്കോന് എത്ര പൈസയൊക്കെ തന്നേന്നറിയാം. 200 ലിറാക്ക് ഓന് സിമ്മും തന്ന് അണക്ക് ഒരു 24 hours റീചാർജ് ആക്കിയത്. നല്ല ഓനാട്ടാ, അങ്ങനെ പിടിച്ചു കുറച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. അക്കാര്യത്തില് ഒന്നൊരു നല്ല ആളാണ്. ഇതാണ് ജോർജിയയിലെ സ്ഥലമായിട്ടുള്ള ബോർഡർ ആയിട്ടുള്ള സർപ്പി എന്ന് പറഞ്ഞ സ്ഥലം. തുർക്കിഷ് വണ്ടിയാണല്ലോ നമ്മുടെ മുമ്പിലുള്ള. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. ഞാൻ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഫുള്ളും ബോർഡർ കയറുന്നതിൻ്റെ ബേജാറിൽ. ഈ ബോർഡർ കയറല് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മംഗലം കഴിക്കുന്ന ബേജാറാട്ടോ. കാരണം ഇനി ആടുന്ന് എന്തെങ്കിലും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ നിപ്പിച്ചാലോ തിരിച്ചയക്കാൻ പറ്റില്ല. കാരണം ഓരോ കൺട്രി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങനെ വിസ എടുക്കാനാണ്. പക്ഷെ എന്നാൽ ഈ ചൊറകള്. പക്ഷെ ഓള് എത്ര സമയം നിട്ടാ നമ്മള് ഫുള്ള് എന്ത് നോക്കല. അവള് ഭൂതക്കണ്ണടി വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഐഡി 500 വട്ടം ചെക്ക് ചെയ്തിനാടെ ഇരുന്നിട്ട്. നമ്മൾ ഇന്ത്യൻസിനോട് എന്താ എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത്? പക്ഷെ അത് അതേസമയം ഒരു യൂറോപ്പിനാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും. ഇന്ത്യൻസ് ആയതുകൊണ്ട് മാത്രം. ഈ ഇന്ത്യൻ പാസ്പോർട്ടൊന്നും ഒരു വിലയില്ല പഠിച്ചോനെ. നമ്മൾ ആടെ ഇങ്ങനെ നോക്കുകുത്തിയോളം വെച്ചിരുന്നു. എന്ത് ഇയാൾ ഇവരെല്ലാം വിചാരം? ഇയാൾ എന്നിട്ട് പോവാ. അഞ്ചു മണിക്കാറ്റം വന്ന ആടെ നിന്ന് ഇതാ മരിവല്ല മോന്തിയായി. ഇങ്ങനെ പോന്ന്. ഓ, ഇത് 2 വേയാ? ഞാൻ വിചാരിച്ചു 1 വേയാ. തിബ്ലീസി, അതാ തിബ്ലീസി അവിടെ എഴുതിന്. തിബ്ലീസി 400 കിലോമീറ്റർ ഓടണം. നമ്മുടെ സമയം എടുക്കേനു. നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ വന്നേ? 400 ഇട്ടെന്ന് വിചാരിക്കാം. ഇയാൾ അങ്ങോട്ട് എത്താണ്ട് ഒരു വഴിയില്ല കേട്ടോ. 879 അല്ലേ? 879, 979, അല്ലപ്പ ഇതായി ജോർജിയ. നോക്ക്, നമ്മളെ നാട്ടിലെ റോഡ് തന്നെ വടച്ചോനെ കുറെ കുയ്യും. പിന്നെ ഇതാ കുറെ ഇടയിലൂടെ പോകുന്ന വഴിയും അതന്നെ സംഭവം. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ബോർഡർ ആയതുകൊണ്ടായിരിക്കല്ലേ. ഇത് വെച്ച് നോക്കുമ്പോ തുർക്കിയല്ലേ ഏതാ ലെവല്? തുർക്കിന്റെ ബോർഡർ മുതൽ അങ്ങ് തുടങ്ങുന്നല്ലേ കിടില റോഡ്. ഇത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലം തോന്നല്ലോ.
എല്ലാം പുറത്താട്ടോ. ഇവർക്ക് ഈ നൈറ്റ് ലൈഫ് ഭയങ്കര സംഭവമാണ് ഈ ഒരു സ്ഥലത്ത്. എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യൻസ് ആണ് ജോർജിയയിലുള്ള. ഇതേവരെ നമ്മൾ അറബ് കൺട്രീസിൽ യാത്ര ചെയ്ത് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ കൺട്രിയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല, സഹായം കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കാണ്ടിരിക്കട്ടെ. സംഭവിച്ചാൽ ഇതുവരെ തുർക്കിയിൽ വരെ കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, ആ ഒരു സഹായം ഇനി ഈ രാജ്യത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കി നോക്കാം, തവക്കൽത്തോളം. ഇത് നോക്ക്, പക്ക നമ്മളെ നാടെന്നെ പഠിച്ചോനേ. ഇവിടെ ഒരു സിഗ്നലും ഉണ്ട്. റോഡിൽ ഇതാണ് എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ടോ. രാത്രി അടിച്ചു കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ കാസിനോ ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിന് കാസിനോ. ഇവർക്കെല്ലാം എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. തുർക്കിയിൽ ഞാൻ ഇങ്ങനെ ഇത്രയും എക്സ്പോസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ കൂടുതലും അങ്ങനെയാണ്. തുർക്കിയിൽ തലയിലിടൂല എന്നേ ഉള്ളൂ. അന്നാടെ എഴുതി വെച്ചത്. പഠിച്ചോളി, ഇതിനെ എങ്ങനെ വായിക്കും? എന്താ അത് വായിക്കുക? തുർക്കിയിലെ ഫുള്ളും ടോളേനും. അല്ലോ, മറ്റേ ഇസ്തംബൂളിൽ അങ്കാരെന്ന ആ ഒരു ടോൾ റോഡ് കയറിയിട്ട് ഒറ്റയടിക്ക് 1000 റുപ്യ എടുത്തത്. ഇനി ഇവിടെ ടോൾ ഉണ്ടോ എന്ന് ഞാനറിയില്ല. പക്ഷേ എങ്കിൽ തുർക്കിയിൽ നിന്ന് മറ്റേ ട്രാഫിക് ഫൈൻ അടിച്ചിന്. ഇനി തെബിസിയിലും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ പണി തീരും. അതുകൊണ്ട് ചെറുങ്ങനെ ഓടിക്കാം. ഏടുന്ന സ്പീഡ് വരിക, ഏടുന്ന പാർക്കിംഗ് ഒന്നും പറയാൻ കഴിയില്ല. ഇത്രയും കാലം ഗൾഫ് കൺട്രി ആയതുകൊണ്ട് GCC നമുക്കൊന്നും അറിയണ്ട. ഇറാഖും കുഴപ്പമില്ലേനു. പക്ഷെ കുർദിസ്ഥാന് ഭയങ്കര സ്ട്രിക്റ്റാണ്. കുർദിസ്ഥാനിൽ നിന്ന് ഫൈൻ കിട്ടി, തുർക്കിയിൽ നിന്ന് ഫൈൻ കിട്ടി. അപ്പോൾ എന്തായാലും ജോർജിയയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇനി സൂക്ഷിച്ച് വണ്ടി ഓടിക്കാം. ജോർജിയയിൽ കയറിയിട്ട് ആദ്യം കിട്ടുന്ന ടണലാണിത്. ഇവരെ ഭാഷകളൊന്നും മനസ്സിലാകുന്നില്ല. തുർക്കി ഭാഷ പിന്നെയും അവരെ എഴുത്ത് കുറച്ചെങ്കിലും ഒരു തിരിയുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഇവരത് വല്ലാത്തൊരു എന്താ പറയാ, ചൈനീസും അല്ല, വേറെന്തോ കോലത്തിലാണ് ഇവരെ. ഇവിടെ എന്തെല്ലാം ഉണ്ടല്ലോ, റോഡെല്ലാം തുടങ്ങുന്നത്. ബത്തൂമി നമ്മള് മുമ്പിലുള്ള ടൗൺ. നെക്സ്റ്റ് ടൗൺ എഴുതി വെച്ചാൽ ടണലിൽ 1 കിലോമീറ്റർ നീളമുള്ള ടണലാണിത്. ജോർജിയയിലെ റോഡ് ഒരു സംഭവമാണ്. നിങ്ങൾ നോക്കിട്ടെ, എന്താ കാണാന് കിടിലൻ. എനിക്ക് പെട്ടെന്ന് GCCയിലേക്ക് പോയ ഒരു ഫീല്. നമ്മുടെ സൗദിയിൽ അബഹയിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ കുറെ ടണലുണ്ട്. നമുക്ക് അതന്നെ പോകുന്ന വരുന്നത്. എത്രാമത്തെ ടണലാണ് ഇത്? ഇതൊരു 2-way റോഡാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഇഷ്ടം
ഊട്ടി വഴിയാണ് നമുക്ക് പൊട്ടിയാന്നറിയില്ല തിബ്ലിസി പോകണ്ടേ. നമുക്ക് എണ്ണ അടിക്കണം. എണ്ണ അടിക്കാൻ ഇത് സൂപ്പർ ആണെങ്കിൽ അവിടെ അടിക്കണ്ടോ? ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇത് പറ്റേ ഒരു ലാറല്ലേ, ഒരു ലാറി ഇവിടുന്ന് എണ്ണ അടിക്കാം. ഇവിടെ എങ്ങനെ ചോദിക്കാൻ ഞാൻ അറിയില്ല. എങ്ങനെയാണ് ഈ സൂപ്പർ ചോദിക്കാം? സൂപ്പർ സൂപ്പർ പെട്രോൾ സൂപ്പർ. No, super. Oh, where get super? Куда прямо езжай. No, going Tbilisi. Есть, да, super, есть. How much kilometer? 25. 25. ഓക്കെ ഓക്കെ താങ്ക് യു. കണ്ട ഇവിടെ സൂപ്പർ ഇല്ല. മൂപ്പര് പറഞ്ഞു നന്നായി. സൂപ്പർ ഇല്ലാണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, സ്പാർക്ക് പ്ലഗും കൊണ്ട് ഇവിടെ റോഡുമ്പോൾ നിൽക്കേണ്ടി വരും. അപ്പം ഇവിടെ സൂപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 25 കിലോമീറ്റർ കഴിഞ്ഞാൽ സൂപ്പർ ഉണ്ടെന്ന് മൂപ്പര് പറഞ്ഞു. എൻ്റെ മോനെ മൂപ്പര് നമ്മളെ സഹായിച്ച കേട്ടോ. കാരണം ഇവിടെ സൂപ്പർ ഇല്ല. സൂപ്പർ ഇല്ലാതെ പറ്റി ആദ്യം അടിച്ചില്ലെങ്കിൽ തുർക്കിയിൽ ഞാൻ വൈക്കായ പോയ ജോർജിയയിൽ നട്ടപ്പൈരാക്ക് സ്പാർക്ക് പ്ലഗിന് വേണ്ടി വൈക്കാൻ പോയിരുന്നു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് 25 കിലോമീറ്റർ കഴിഞ്ഞാൽ സൂപ്പർ കിട്ടും പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് എണ്ണ ഉണ്ട്, പക്ഷെ എന്നാലും അടിച്ചു വെക്കാം. കാരണം ഓരോ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ തീരെ ഒന്നും കാണുന്നില്ല. ഇവിടെയാണെങ്കിൽ ഭയങ്കര കൊടുങ്കാറ്റാ. നോക്ക് എൻ്റെ മോനെ, ഇതെന്നാ ഗ്ലാസ് ആദ്യം തരാം. പൊടിയെല്ലാം പറത്ത് നോക്ക്. എന്താണ് ഇത്? കൂടി യോഗാസ് അടിക്കായ
ഫ്ലാഗ് അതാ പറക്കുന്ന ചമുക്കുന്നുണ്ട്. സ്ഥലത്തിൻ്റെ പേര് ഇതായിരിക്കും പൊട്ടി എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇതാ നമ്മൾ തിബ്ലിസി എത്താനായി. ഇനി 5 കിലോമീറ്റർ കഴിഞ്ഞാൽ തിബ്ലിസി എത്തും. രാവിലെ 11 മണിക്ക് നമ്മൾ വിട്ടതാ കുസ്കോയിൽ നിന്ന്. ഏകദേശം 750 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് 12 ഇപ്പോൾ സമയം 3 മണിയായി. അപ്പം 12, 1, 2, 16 മണിക്കൂറായി വണ്ടി ഓടിക്കുന്നു കേട്ടോ. എവിടെ തിബ്ലിസി? ഇവിടുത്തെ പമ്പ് നല്ല മുഞ്ചുണ്ട് കാണാൻ. പാർക്കാണ്, പാർക്കിന്റെ പരസ്യമാണല്ലോ ഇത്. ഹോട്ടൽ തിബ്ലിസി ടവർ. നമ്മൾ ഇതിൻ്റെ ടൗണിലെത്തിയട്ടോ. കോഫി നല്ല എഴുതി വെച്ചിട്ടുണ്ടോ? എന്താ ഫുജിസ്റ്റ് ഇവരെ ഇത് എന്തെന്നാ 3-6 തന്നെയാണ് എഴുതിനെ. വായിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഞാനിനി ഇവിടെ ഇടങ്ങാറുണ്ട്. ടൗണിലെത്തിയിട്ടോ നമ്മള്. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ കയറി വരുമ്പോൾ. ജോർജിയയിലെ പ്രശസ്തമായ സ്റ്റാച്ചു. ടാക്സി ആയിരിക്കും. നമ്മൾ തിബ്ലിസിയിലെത്തി. തിബ്ലിസിയിൽ നമുക്ക് നിൽക്കേണ്ട വീടിൻ്റെ ലൊക്കേഷൻ ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞാൽ എത്തും. നമുക്ക് എങ്ങനെയെങ്കിലും ഒരൊറ്റ ഉറക്കം ഉറങ്ങണം ഫുള്ള് കിടന്നിട്ട്. തിബ്ലിസിയിൽ നമുക്ക് രാവിലെ നോക്കാം. എത്താനായി നമ്മൾ എത്തി ഏകദേശം. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് റൗണ്ട് പോട്ട് കയറിയിട്ട് ലെഫ്റ്റ് പോകണം. എന്തെന്നാ ഇവർ പരസ്യം ചെയ്യുന്നത്? ഇവിടുത്തെ കുറച്ച് വ്യത്യാസമാണല്ലോ. ഇവിടെ ട്രാഫിക് സിസ്റ്റം ആ റൗണ്ട് ബോട്ടിൽ നിന്ന് ഇടത്തൂട്ട് എടുക്കാണ്ട് വലത്തൂട്ട് എടുക്കണം. എന്തെല്ലാം കഥ. ഇനിയിപ്പം ഇങ്ങനെ പോണം.
കേട്ടോ. അല്ലാ, 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലം എത്തും. ഓഫായി. അങ്ങനെ നമ്മൾ ഫൈനലി പഠിച്ചോനെ തിബിലിസി എത്തി. അത്ര മണിക്കൂറായി വണ്ടി ഓടിക്കുന്നത്. 800 കിലോമീറ്റർ ഇന്ന് ഡ്രൈവ് ചെയ്തട്ടാ. ഓക്കെ, എന്നാലിതാ നമ്മൾ ഈ ഒരു എപ്പിസോഡ് തിബിലിസിയിൽ നമ്മൾ എത്തി. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ്. പുതിയ നല്ല ഇത് ടാക്സി ആട്ടാ, തിബിലിസിയിലെ ടാക്സി ചെയ്ത് റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. യെസ്, ഓക്കെ, ഇതിന്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ നമ്മള് ഫൈനലി എത്തിയിരിക്കുന്നു ജോർജിയ തിബിലിസിയില്.